പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം രാവിലെ എണീറ്റ് വന്നപ്പം കുറച്ച് വൈകി. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ 7 മണി 8 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ എണീക്കാറുള്ളൂ. പിന്നെ ചേട്ടന് പോകേണ്ട ദിവസമാണെങ്കിൽ മാത്രമാണ് കാലത്ത് നേരത്തെ എണീക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ നല്ല മഴയുണ്ട്. കുറച്ച് നേരം മഴയൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ട് ഞാൻ കിച്ചണിലേക്ക് പോയി. ഇന്ന് ഇഡ്ഡലിക്ക് ആണ് അരച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ മക്കൾ രണ്ടും ഇല്ല കേട്ടോ. അന്നമോളും അമ്മമോളും ഇവിടെ ഇല്ല, ചേച്ചിയുടെ അടുത്ത് പോയേക്കാണ്. അല്ലൂസ് അതുകൊണ്ട് ഭയങ്കര വാശിയിലായിരുന്നു ഇവിടെ. അപ്പം ഞാൻ ആദ്യം തന്നെ ഇഡ്ഡലിയുടെ മാവ് എടുത്ത് നോക്കുന്നുണ്ട്, പൊന്തി വന്നിട്ടുണ്ടോ. തണുപ്പും കൂടെ ആയതുകൊണ്ട് പൊന്തി വന്നില്ലെങ്കിൽ പെട്ടുപോയല്ലോ. അപ്പോൾ അടുത്ത് നോക്കിയപ്പം അത് പൊന്തി വന്നിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ആശ്വാസമായി. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾസ് ഇന്നലെ തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാർ ഉണ്ടാക്കാനായിട്ടേ. അല്ലെങ്കിൽ കാലത്ത് എന്തായാലും താമസിച്ച് എണീക്കുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ കാലത്ത് തന്നെ എല്ലാം കൂടെ ആക്കി വരുമ്പോഴത്തേന് വീണ്ടും താമസിക്കില്ലേ. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ സാമ്പാറിനുള്ളതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് പരിപ്പൊക്കെ കഴുകിയിട്ടിട്ട് സാമ്പാർ വേവിക്കാനായിട്ട് കുക്കറിലാട്ട് വയ്ക്കുന്നത്. അപ്പോൾ 2 വിസിലിന് പരിപ്പും വെജിറ്റബിൾസും ഒക്കെ കൂടി നമുക്ക് ഒരുമിച്ച് വെന്ത് കിട്ടും. ചുവന്ന പരിപ്പാട്ടോ, മറ്റേ പരിപ്പിൻ്റെ കഴിഞ്ഞു പോയി. അപ്പോൾ ഞാൻ ചുവന്ന പരിപ്പാണ് എടുത്തത്. പക്ഷേ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ സാമ്പാറിന്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് സാമ്പാർ ഉണ്ടെങ്കിൽ. സന്തോഷമായി. മക്കൾക്ക് എന്നും സാമ്പാർ കൊടുത്താൽ അത്രയും സന്തോഷമാണ്. നമുക്കാണ് മടുക്കുക ദിവസവും സാമ്പാർ കൂട്ടി. ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വയ്ക്കും. എനിക്ക് തോന്നുന്നു അന്നമോൾ ആകെ കഴിക്കുന്നൊരു കറി എന്ന് പറയുന്നത് സാമ്പാർ മാത്രമാണ്. സാമ്പാർ ഉണ്ടെങ്കിൽ അവൾക്ക് സന്തോഷമായി. നന്നായിട്ട് സാമ്പാർ കൂട്ടി അവൾ ചോറുണ്ണും. പിന്നെ കഴിക്കണമെങ്കിൽ പ്രോൺസ് വറുത്തത് ഉണ്ടാകണം, അതാണെങ്കിലും അവൾക്ക് ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ വലിയതായിട്ട് വെജിറ്റബിൾസ് അങ്ങനെ കഴിക്കില്ല. എന്താ ചെയ്യാമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്തെങ്കിലും ട്രിക്ക് ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്തതും പരിപ്പും ഒക്കെ കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ആട്ടോ ഇടുന്നത്. ഞാനകത്ത് സാമ്പാർ പൊടി മാത്രമേ ഇടുന്നുള്ളൂ, വറുത്തരയ്ക്കുകയൊന്നും ചെയ്യുന്നില്ല. വേറെ മസാലപ്പൊടികളും ഒന്നും ചെയ്യണില്ല കേട്ടോ. അപ്പോൾ അതിനകത്ത് കഴുകിയ പാത്രങ്ങൾ ഇരിപ്പുണ്ട്. അതെടുത്ത് മാറ്റി വെച്ചാൽ അല്ലൂസ് ചിലപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് എണീക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്നലത്തെ പാത്രങ്ങൾ അവിടെ തന്നെ വെച്ചേക്കുന്നത്. ഇപ്പം കഴുകിയ പാത്രം അതുകൊണ്ട് കേട്ടോ താഴെ വെച്ചത്. നമുക്ക് സാമ്പാർ പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. കുക്കറിലാകുമ്പോൾ ഈസി അല്ലേ. 2 വിസിൽ കൊണ്ട് തന്നെ എല്ലാ കഷ്ണങ്ങളും വെന്ത് കിട്ടും. അതിനുശേഷം പിന്നെ വറുത്തിട്ടാൽ മാത്രം മതി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം പരിപ്പ് വേവിച്ചു പിന്നെ കഷ്ണം വേവിച്ചു, അതൊക്കെ ഇരട്ടിപ്പണിയായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് ഇതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സാമ്പാർ ചെയ്യാറുള്ളത്. ഒരുമിച്ച് എല്ലാം കൂടി ഒറ്റയടിക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കുക്കർ അടുപ്പിലേക്ക് വയ്ക്കാം. അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇഡ്ഡലിക്കുള്ളത് വയ്ക്കാം. ഇത് പുതിയ ഇഡ്ഡലി തട്ടാട്ടോ. നാട്ടിൽ നിന്ന് പോയപ്പം ഇത്തവണ നാട്ടിൽ പോയപ്പം വാങ്ങിയിട്ട് വന്നതാണ്. എൻ്റെ മറ്റേ ഇഡ്ഡലി തട്ടിന് പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു സൈഡിൽ അതിൻ്റെ കാത് നമ്മുടെ പിടിക്കണ പിടിയുണ്ടല്ലോ, അതങ്ങ് പോയി. അപ്പോൾ ഞാനെന്നാലും അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അത് ചെറുതാണ്, അധികം വെള്ളം വെക്കാൻ പറ്റില്ല. കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ ഒരു ട്രിപ്പ് വെച്ച് കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ വെള്ളം വറ്റും. വീണ്ടും നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ച് അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. വളരെ കുഴി കുറവുള്ളൊരു ഇഡ്ഡലി തട്ടാണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേറെ ഒരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചത്. കുറച്ച് സമയം അധികം നേരം വേവിക്കേണ്ട എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അടി പിടിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ വലിയൊരു ഇഡ്ഡലി തട്ട് നാട്ടിൽ പോയപ്പോൾ ഇത്തവണ വാങ്ങിയിട്ട് വന്നത്. അപ്പോൾ ആദ്യമായിട്ട് വയ്ക്കുന്ന ഇഡ്ഡലിയാണ് ഈ പുതിയ ഇഡ്ഡലി തട്ടിൽ. അപ്പോൾ എങ്ങനെ ആയിരിക്കും വരിക എന്നുള്ളൊരു ടെൻഷനുണ്ട്. ചിലപ്പം പുതിയ ഇഡ്ഡലി തട്ടാണെങ്കിൽ ഇളകി വരാനൊക്കെ പാടുണ്ടാവുമല്ലോ. അപ്പം ഞാൻ നന്നായിട്ട് തട്ടുമ്മലൊക്കെ എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഇഡ്ഡലിക്ക് കോരി ഒഴിച്ചത്. അപ്പോൾ ഇത് ഞാൻ ഷോർട്സിന് വേണ്ടിയിട്ട് എടുത്താൽ കേട്ടോ, അതുകൊണ്ടാണ് ചെറുതായിട്ടത് കാണുന്നത്. അപ്പം നന്നായിട്ട് ഞാൻ എണ്ണ തേച്ച് കൊടുത്തു. വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുത്തത്. എല്ലാ തട്ടിലും 3 തട്ടാണുള്ളത്. അതിൽ 3 ഞാൻ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തട്ടിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇനി അതവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വെന്ത് വരും. അതിനുശേഷം ഇഡ്ഡലി ഇളക്കാൻ പരുവാകുമ്പോഴേക്ക് സാമ്പാർ നമുക്ക് വറുത്ത് വിടാം. അല്ലൂസ് എണീറ്റ് വരുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്ത് തീർക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേഗത്തിൽ ഓരോന്ന് ചെയ്യുന്നുണ്ട്. ചേച്ചിമാരില്ലാത്തത് കൊണ്ട് ഭയങ്കര വിഷമത്തിലാണ് ആൾ. അവരിങ്ങനെ മാറി നിന്നിട്ടില്ല. അവനുണ്ടായതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ 2-3 ദിവസം അടുപ്പിച്ച് ചേച്ചിമാർ മാറി നിൽക്കുന്നത്.
അപ്പോൾ അവന് കളിക്കാനായിട്ട് ആരുമില്ല. അതുകൊണ്ട് എൻ്റെ അടുത്തു നിന്ന് മാറുന്നേ ഉണ്ടായില്ല. ആൾ ഭയങ്കര വാശിയിലായിരുന്നു. അപ്പോൾ ഞാൻ അമ്മൂസിനോടും എൻ്റെ മോളോടും പറയായിരുന്നു, ഇനി അവനും കൂടെ വലുതായി അവനും കൂടെ മാറ്റി നിർത്താൻ പരുവായിട്ട് നിങ്ങൾ മാറി നിന്നാൽ മതി, ഇല്ലെങ്കിൽ അവൻ ഭയങ്കര വാശിയാണ്. ഒരു രക്ഷയുണ്ടായില്ല 2-3 ദിവസം അവനെ കൊണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിലേക്ക് വെക്കാം, നാളെ നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പം ഞാനങ്ങനെ കേട്ടോ 2 ദിവസത്തേക്കിനാണ് അരി അരച്ച് വയ്ക്കുക. ഇന്ന് ഫസ്റ്റ് ഡേയിൽ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കും, പിറ്റേ ദിവസം ദോശ ഉണ്ടാക്കും. ഇവിടെ ഇഡ്ഡലിയും ദോശയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മക്കൾക്ക്. പക്ഷേ ആകെ ഒരു ഡിമാൻഡ് എന്ന് വെച്ചാൽ ദോശയും ഇഡ്ഡലിയാണെന്നുണ്ടെങ്കിൽ സാമ്പാർ ഉണ്ടെങ്കിൽ ഹാപ്പിയാണ് അവർ. പിന്നെ ദോശയുടെ കൂട്ടത്തിൽ കറിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് മുരിഞ്ഞ ദോശ അവർക്ക് ചൂടോടെ ഉണ്ടാക്കി കൊടുത്താൽ അങ്ങനെ തന്നെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്, നെയ്യൊക്കെ ഒഴിച്ചിട്ട്. അപ്പം ഞാൻ എന്താ പാത്രം മാറ്റി വെച്ചത് അതുകൂടെ കഴുകി മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഇല്ലാത്തൊരു ശീലം കേട്ടോ ഈ പാത്രം അപ്പം കഴുകി മാറ്റി വയ്ക്കുക. കുക്കിംഗ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യേണ്ട സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരുമിച്ച് പാത്രം അപ്പം കഴുകി മാറ്റില്ല കേട്ടോ, പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കുകയാണ് പതിവ്. ഇന്നിപ്പോൾ ചേട്ടന് ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ലഞ്ച് ഉണ്ടാക്കണില്ല, ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഇന്ന് പ്രിപ്പയർ ചെയ്യണുള്ളൂ. അതുകൊണ്ടാണ് അപ്പം പാത്രങ്ങൾ ഞാൻ കഴുകി മാറ്റണത്. അല്ലെങ്കിൽ എനിക്ക് കുക്കിങ്ങും പാത്രം കഴുകും കൂടെ ഒരുമിച്ച് നടക്കില്ല. അപ്പം ഞാൻ പാത്രങ്ങൾ മാറ്റി വയ്ക്കും, കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാനാണ് പതിവ്. പക്ഷേ അത് ഇരട്ടിപ്പണിയാണ്. അങ്ങനെ പാത്രം നിറഞ്ഞ് സിങ്ക് കിടക്കുന്ന കാണുമ്പോഴേക്കും നമുക്ക് ദേഷ്യം വരും. പക്ഷേ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അല്ലൂസ് എണീറ്റ് പോയിട്ടുണ്ടെങ്കിൽ അവൻ വാശിയായിരിക്കും. അപ്പം ഞാൻ ചെയ്യണത് അവൻ എണീറ്റ് വന്നു കഴിഞ്ഞ് പിന്നെ അവനെ ഒന്ന് ഒരുക്കി അവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവൻ വീണ്ടും കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഉറങ്ങുന്ന സമയത്താണ് ഞാൻ പാത്രം കഴുകിയെടുക്കാറുള്ളത്. അപ്പോൾ എന്താ ഞാൻ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി കേട്ടോ. ഞാൻ കടുക് പൊട്ടിച്ചു, അതിനുശേഷം കുറച്ച് ജീരകം കൂടി ഇടുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജീരകം കൂടി ഇടുന്ന ടേസ്റ്റ്. പിന്നെ കറിവേപ്പില ഇട്ടു, പിന്നെ വറ്റൽമുളക് ഇട്ടു, ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഞാൻ വീണ്ടും സാമ്പാർ പൊടി തന്നെയാണ് കേട്ടോ ഇതിനകത്ത് ആഡ് ചെയ്യണത്. എനിക്ക് സാമ്പാർ പൊടിയുടെ ഭയങ്കര ഇഷ്ടമാണ്, സാമ്പാർ പൊടിയിൽ മാത്രം സാമ്പാർ ഉണ്ടാക്കണത്. ചിലപ്പോഴൊക്കെ സാമ്പാർ പൊടി കിട്ടാത്ത സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ മല്ലിമുളകൊക്കെ മൂപ്പിക്കും, അങ്ങനെ ഉണ്ടാക്കും. പക്ഷേ സാമ്പാർ പൊടി മാത്രം ഇട്ടാണെങ്കിൽ പണി എളുപ്പമാണ്, എനിക്ക് ആ ടേസ്റ്റും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മസാലകളൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് പുളിവെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപ്പുറത്ത് അടുപ്പിൽ ഞാൻ അതേ സമയത്ത് തന്നെ പാൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചായക്ക്. അപ്പം നമുക്കിത് ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വയ്ക്കാം. അപ്പോഴേക്കിത് മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പുളിവെള്ളം കൂടി ഒഴിച്ചെടുക്കാം. എനിക്കൊരിച്ചിരി പുളി കൂടുതലാട്ടോ സാമ്പാറിനകത്ത് ഇഷ്ടം, എന്താണെന്നറിയില്ല. പിറ്റേ ദിവസത്തേക്ക് ഇരിക്കുമ്പോഴേക്ക് അപ്പോൾ നല്ല ടേസ്റ്റാണ് സാമ്പാർ അങ്ങനെ കൂട്ടാനായിട്ട്. അപ്പോൾ നമുക്കിത് പുളിവെള്ളം കൂടി ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മസാല നേരെ കുക്കറിനുള്ളിലേക്ക് തന്നെയാണ് ഒഴിക്കുകയാണ് ചെയ്യണത്. ചീനച്ചട്ടിക്ക് വലിപ്പം കുറവായതുകൊണ്ട് നേരെ കുക്കറിലേക്ക് തന്നെ ഒഴിച്ച് വയ്ക്കുകയാണ് ചെയ്യണത്. ഞാനിപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. സാമ്പാർ നോക്കിയപ്പോൾ ഭയങ്കര തിക്കായിട്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് മസാല മൂപ്പിച്ചത് നമുക്ക് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തിളപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ സാമ്പാർ അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലിയുടെ ചൂട് മാറിയിട്ടുണ്ട്, ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് വന്നിട്ടോ, നന്നായിട്ട് ഇളകി കിട്ടിയിട്ടുണ്ടായി. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. ഞാൻ കുറച്ച് അവലൊക്കെ ചേർത്തിട്ടാണ് ഇഡ്ഡലിയുടെ മാവ് അരയ്ക്കണത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടും കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ ചായയും തിളച്ച് വന്ന് അപ്പം നമുക്ക് ചായ ഊറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് ആറ്റിയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് അല്ലൂസ് എണീറ്റ് വന്നായിരുന്നു കേട്ടോ. അത് ഞാൻ ചേട്ടൻ്റെ കയ്യിൽ തന്നെ കൊണ്ടു കൊടുത്തു. കുറച്ച് സമയം എടുത്തു ഒന്ന് ഫീഡ് ചെയ്തിട്ട് വീണ്ടും ചേട്ടൻ്റെ കയ്യിൽ തന്നെ കൊണ്ടു കൊടുത്തു. അപ്പോൾ ചേട്ടൻ ഇന്ന് ജോലിക്ക് പോകണ്ടാത്തതുകൊണ്ടാണ് ഇത്ര ലേറ്റായിട്ട് എല്ലാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ കഴിയണമാണ്. ഇനിയിപ്പോൾ ഈ ഒരാഴ്ച കൂടെ പറ്റുള്ളൂ കേട്ടോ ഇതൊക്കെ. സെക്കൻഡിന് സ്കൂൾ ഓപ്പൺ ആവുമല്ലോ. അപ്പം അത് സ്കൂൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ കളിയൊന്നും നടക്കില്ല. കാലത്ത് 7 o'clock ആകുമ്പോഴത്തേനും അമ്മൂസിന് സ്കൂൾ ബസ് വരും. ആ സമയത്തേക്ക് നമുക്ക് ടിഫിനൊക്കെ റെഡി ആവണം, നമുക്ക് ഭക്ഷണം കൊടുത്തു വിടണം. അപ്പോൾ നേരത്തെ എണീറ്റെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ എല്ലാ ദിവസത്തെ ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത് വന്നിട്ട് എടുക്കാനായിട്ട് വാശി പിടിക്കുന്നുണ്ട്.
എന്താ അവനെ ഒരു കയ്യിലോട്ട് എടുത്തു. ഡ്രസ്സൊന്നും ഇടിപ്പിച്ചിട്ടില്ല കേട്ടോ. ചേട്ടനാണ് ബ്രഷൊക്കെ ചെയ്യിപ്പിച്ചത്. ഇനി ഞാൻ ചെന്നിട്ട് വേണം ഡ്രസ്സൊക്കെ ഒന്ന് ഇടിയിപ്പിക്കാനായിട്ട്. അപ്പോൾ അവന് ചായയുടെ മണം അടിച്ചിട്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ചായക്കൊതിയനാണ് ഭയങ്കര. കുറച്ചേ കൊടുക്കുള്ളൂ ഞങ്ങൾ, എന്നാലും അവന് ചായ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളത് കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിനി കഴിക്കട്ടെ. ഇന്നത്തെ വ്ളോഗപ്പം ഇത്രയേ ഉള്ളൂ. ഞാനിനി ഡെയിലി വ്ളോഗ് ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ. നടക്കാറില്ല കൂടുതലും. വീഡിയോ എടുത്ത് വയ്ക്കും. എനിക്ക് സൗണ്ട് കൊടുക്കാനാണ് പാട്. കുഞ്ഞ് സമ്മതിക്കില്ല. അവനാണ് ഉറങ്ങണ സമയം കൊണ്ട് എനിക്ക് വീട്ടിലെ ബാക്കി പണികളൊക്കെ ചെയ്ത് തീർക്കാനും ഉണ്ടാവും. അതുകൊണ്ടാണ് എഡിറ്റിംഗ് ഒന്നും നടക്കാണ്ട് പോകുന്നത്. പക്ഷേ ഞാൻ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാ നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വ്ളോഗിലൂടെ നമുക്ക് വീണ്ടും കാണാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും അടുത്ത വീഡിയോകൾ കാണുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.